ചെയ്യണം, അല്ലാതെ റോഡിലിട്ടല്ല ചെയ്യേണ്ടത്. ഓ, നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടണോ? എന്നാ ഞാൻ അങ്ങോട്ട് പോകാൻ എന്നെ എന്തിനാ പിടിച്ച് തള്ളുന്നേ? എനിക്ക് സ്ത്രീധനം 6 തല്ലുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ സെലസ് മേലോരം എന്ന സുന്ദര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യൻ പൗരനാണിത്. ഞാനൊരു യൂട്യൂബറോ വ്ളോഗറോ ഒന്നുമല്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 35-ാം മൈൽ ബോയ്സ് മേലോരം റോഡിൻ്റെ ഇരുവശങ്ങളിലും കൊക്കയാർ കുടുവത്തി ഫാമിൽ റബ്ബർ മരങ്ങൾ മുറിക്കുന്നതിന് പൈനാപ്പിൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ പണികൾ 1 മാസത്തിലധികമായി തകൃതിയായി നടക്കുകയാണ്. മെയ് 5-ാം തീയതി ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഗ്രാമമായ മേലോരത്തേക്കുള്ള ഏക സഞ്ചാരമാർഗം താറുമായി കിടക്കുന്നത് വിഷമം തോന്നി. റോഡിൻ്റെ ഇരുവശത്തും റബ്ബർ തടികൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. ഹിറ്റാച്ചുകളും ലോറികളും ടാറിംഗ് റോഡിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കുന്നു. ഈ ഹിറ്റാച്ചിയൊക്കെ ടാറിംഗ് റോഡിലൂടെ ഓടിക്കുന്നത് റോഡ് ഒക്കെ അടച്ചിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൈത വെക്കുന്നതിനായി 100 കണക്കിന് ഏക്കറുകൾ വരുന്ന മലനിരകൾ വൻകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുത്തിയിളക്കി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട കർഷകർ വല്ല കപ്പയോ ചേനയോ ചേമ്പോ ഒക്കെ കുഴിച്ചിടാനായി തൂമ്പെടുത്ത് നിന്ന് കിളച്ചാൽ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞ് അധികാരികൾ ഓടി വരുന്നിടത്താണ് ഈ മഴക്കാലം തുടങ്ങാൻ പോകുന്ന മെയ് മാസത്തിൽ കുത്തിത്തിരിപ്പ് എന്നോർക്കണം. അല്ലേലും ഇവിടെ പൈസക്കാർക്ക് എന്തോ ആവാലോ അല്ലേ? കൂട്ടിക്കൽ എന്ന പ്രദേശത്ത് 20-ലധികം ജീവനുകൾ കവർന്ന ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ 2-3 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം എന്നോർക്കണം. അല്ലെങ്കിലും നമ്മുടെ അധികാരികൾക്ക് എന്നും ഇഷ്ടം കുറേ എണ്ണം മണ്ണിനടിയിലായതിനു ശേഷം രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ, അതിൻ്റെ പേരിൽ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും പിരിക്കുന്ന ദുരിതാശ്വാസ ഫണ്ടിൽ കൈയിട്ട് നക്കാനും കയ്യടി വാങ്ങാനും ഒക്കെ ആണല്ലോ. അതല്ലേ അവരുടെ പണി. ഒരു വശത്ത് വളവും തിരിവും നിറഞ്ഞ റോഡിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ റോഡിൻ്റെ നടുവിൽ ലോറിയിൽ തടി കയറ്റൽ നടക്കും. ഇതിനെപ്പറ്റി നമ്മുടെ പെരുവന്താനം പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ SI ഏമാൻ്റെ മറുപടി, നിലവിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോടെ? അവിടെ വണ്ടിയൊന്നും ബ്ലോക്കായി കിടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ കേസെടുക്കേണ്ടത്? ലോഡ് കയറ്റുന്ന വണ്ടിയുടെ സൈഡിലൂടെ നല്ല റിസ്ക് എടുത്താണ് ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ സൈഡിൽ കൂടെ പോകുന്ന ബൈക്കുകാരുടെയോ ഓട്ടോക്കാരൻ്റെയോ അല്ലെങ്കിൽ കാറുമായിട്ട് കടന്നു പോകുന്ന ആൾക്കാരുടെയോ ഒക്കെ പുറത്തേക്ക് ഒരു തടി കഷ്ണം ഉരുണ്ട് വീണ് എന്തെങ്കിലും സംഭവിച്ചാൽ ആരതിന് സമാധാനം പറയും സാറേ എന്നായി ഞാൻ. അതിപ്പോൾ വിമാനം താഴെ വീണ് ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വിമാനം പറത്താതിരിക്കുന്നുണ്ടോ എന്നായി ഏമൻ. ഈ സാർ ഉരുളക്കുപ്പേര് കോളേജിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. ഞാനില്ലേ, ഞാൻ സുല്ല് നോട്ടി ബോയ്. പഞ്ചായത്തിലെ CMOയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. പഞ്ചായത്ത് റോഡാ. പഞ്ചായത്താ, PWD അല്ല. അതെ, വാർഡ് കൗൺസിലറെ പണിയെടുക്കുന്നത്. അപ്പം ഞാൻ വാർഡ് കൗൺസിലർ അവിടെ പണിയെടുക്കും, പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്തിൽ ഓൾറെഡി പരാതി പറഞ്ഞു, വില്ലേജ് പരാതി കൊടുത്തിട്ടുണ്ട്, CMOയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ പോലീസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ പരാതി തന്നെ. അത് മാത്രമല്ല, ഇന്നലെ ഞാൻ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. ഇന്നലെ ആ വളവിൽ അന്ന് സാറ് വന്നില്ലേ, നമ്മളൊന്ന് സംസാരിച്ചില്ലേ, ആ വളവിൽ 2 ലോറി വട്ടത്തിൽ നേരത്തെ ഒരു സൈഡിൽ ചെരിച്ചെറിഞ്ഞിട്ടുണ്ടിരുന്നു. റോഡിൽ ഇങ്ങനെ വട്ടം ഇട്ടേക്കുക, ടാറിങ് കംപ്ലീറ്റ് ലോറി കിടക്കുക. ബാക്കി വണ്ടികൾ പോകുന്നത് റോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പള്ളക്കകത്തോട്ടാണ് ബാക്കി വണ്ടികൾ പോകാൻ. അങ്ങനെ വണ്ടി കിടക്കുന്നതിന്റെ ഫോട്ടോ കാണിച്ച് ഇവിടെ വന്ന് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ മറ്റേ വേറെ രസം ആയിരുന്നുണ്ടായിരുന്നു. അന്നേരം പുള്ളി എന്നോട് പറയാം, അവിടെ നിലവിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിലവിൽ ബ്ലോക്ക് ഇല്ല, ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല അതന്നെ സാർ അങ്ങനെ പറയുന്നത്. അങ്ങനെ നിലവിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ റോഡിന്റെ നടുക്ക് വട്ടത്ത് എടുത്തോണ്ട് പോകണം സാറേ. മഴയും പിടിച്ച് ഇതിനകത്ത് നിങ്ങൾ തന്നെ ലോജിക്കലി ഒന്ന് ആലോചിക്കും. ഈ മഴയും പിടിച്ച് ഇത്രയും വലിയ വണ്ടി അതിനകത്ത് താന്നു പോകത്തില്ലേ? അല്ല, കയറ്റുന്നവർക്ക് അപകടം സംഭവിക്കില്ലേ? കേറ്റണ്ട സാറേ, ഞാൻ ചോദിച്ചതല്ല. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ലോറി ഇട്ട് തടിയെടുക്കുന്ന അവരുടെ വിഷയം സാറേ. ഞാൻ പറയട്ടെ, ഇത്രയും വലിയ ലോറി ഈ പറയുന്ന ഈ മണ്ണിനകത്തേക്ക് കയറി അവിടെ മറ്റ് ഈ അവർ കയറ്റുന്നവർ വല്ലോ ഇതിന്റെ അടി പോയി കഴിഞ്ഞാൽ സമാനം പറയാം. അത് വലിയൊരു അപകടത്തിലേക്ക് പോകത്തില്ലേ? അത്
ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പൊ ഈ കേക്ക് റോഡിൽ ലോഡ് കയറ്റുമെന്ന് വിചാരിക്കുക. ലോഡ് കയറ്റി ഞങ്ങൾക്ക് നേരത്തെ ലെറ്റർ തരും. അങ്ങനല്ല, കയറ്റുവാണെന്ന് സാർ വിചാരിക്കുക. ഇപ്പൊ ഇവിടെ കയറ്റുവാന്ന് വിചാരിക്കുക. ഇവിടെ കയറ്റുവാണെങ്കിൽ റോഡിന്റെ സൈഡിൽ വണ്ടി ഇങ്ങനെ ഇട്ട് ലോഡ് കയറ്റുമോ അതിങ്ങനെ വട്ടം ഇട്ട് ലോഡ് കയറ്റുമോ? ഈ റോഡിലേക്ക് വട്ടത്തിൽ വേറെ വണ്ടി എന്തെങ്കിലും പോകാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. വേറെ വണ്ടി നമ്മൾ കാറ്റിൽ കൂടെ ഇറങ്ങിയിട്ടാ പോകുന്നത്, റോഡിൽ കൂടെ അല്ല വേറെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന് നടപടി എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവിടുന്ന് എന്നോട് പറഞ്ഞത്. പടം കാണിക്കാം. 5ലധികം ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് പറമ്പ് മുഴുവൻ കുത്തി ഇളക്കുന്നവർ റോഡിന്റെ സൈഡിൽ ഇത്തിരി വീതി കൂട്ടി സൗകര്യം ഉണ്ടാക്കി അവിടെ ഇട്ട് തടി കയറ്റാൻ പാടില്ല പോലും. അല്ലേലും സർക്കാർ കടലാസിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് വില അല്ലേ പിള്ളേർ? റോഡും തോടുമെല്ലാം പഞ്ചായത്തിൻ്റെയാണ്. നിനക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ മതി എന്നായി ഏമൻ. അല്ലേലും പൊതുനിരത്ത് ബ്ലോക്ക് ചെയ്ത് തടി കയറ്റാനുള്ള ഫീസ് അടച്ച് രസീത് കൈപ്പറ്റി മുതലാളിമാർ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ പറയുന്ന ആര് കേൾക്കാനാ? എന്തായാലും വലിച്ചു നീട്ടി ഒരു പരാതി അങ്ങ് എഴുതി കൊടുത്തു. പരാതിക്ക് രസീത് വേണം എന്ന് പറഞ്ഞപ്പോൾ SI പുറത്തു പോയിരിക്കുവാണെന്നും 4 മണിക്ക് ശേഷം വരാനുമായി മറുപടി. 2 PM സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ സർക്കാർ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ഇരിക്കാനല്ലേ സാർ? അങ്ങനെ ഇരുന്നിരുന്ന് 4:15 പുറത്തു പോയ SI അകത്തു നിന്നും ഇറങ്ങി വന്നു. കാലം പോയപ്പോ പോലീസ് സ്റ്റേഷനിലൊക്കെ ഗൂർക്കയുടെ ജീപ്പൊക്കെ വന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇതിപ്പോ ഹെലികോപ്റ്ററും ഹെലിപ്പാഡും വരെ ആയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായെന്നെ. എന്തായാലും ഒടുവിൽ പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് തന്നു. പിന്നാലെ ജീപ്പ് എടുത്ത് SI സംഭവ സ്ഥലത്തേക്ക് ഒരു പാച്ചിലാണ്. ഇപ്പം ശരിയാക്കി തരും. കേരള പോലീസിന്റെ ഒരു ശുഷ്കാന്തിയെ അമ്പാനെ ഇവൻ പുലിയാണ് കേട്ടോ. ഇപ്പം ശരിയാക്കി തരും. പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ സൈറ്റിൽ ഇതാ കേരള പോലീസിലെ ഗർജിക്കുന്ന സിംഹം. ആദ്യം മുതലാളിമാരുമായി കുറച്ച് സൗഹൃദ സംഭാഷണം. സ്റ്റാർട്ടിങ് പ്രബലാണെന്ന് തോന്നുന്നു. പഴയ ടെർബോ എഞ്ചിനല്ലേ. അതാ മിക്കവാറും നേരത്തെ പറഞ്ഞ ഫീസിന്റെ കാര്യം എന്തെങ്കിലും ആയിരിക്കും. ശേഷം എങ്ങനെ ശാസ്ത്രീയമായി ലോഡ് കയറ്റാം എന്നതിനെപ്പറ്റി 3 മിനിറ്റ് നീളുന്ന പ്രഭാഷണം. ശുഭം. എന്തായാലും കേരള പോലീസ് വരും, എല്ലാം ശരിയാകും എന്നാണല്ലോ. നമ്മുടെ ദിലീപേട്ടൻ പണ്ട് ചോദിച്ച മാതിരി അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറുമാരെ എന്നും കുശലം ചോദിച്ച് ഞാനും വീട്ടിൽ പോയി. ഈശ്വര ഭഗവാനെ, കേരള പോലീസിൽ നല്ലത് മാത്രം വരുത്തണേ. പിറ്റേന്ന് ബാംഗ്ലൂർക്ക് പോയ ഞാൻ 2-3 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തിയപ്പോൾ പണ്ടാരോ പറഞ്ഞ മാതിരി റോഡ് കിടന്നെടുത്ത് ടാറ് പോലുമില്ല. വീണ്ടും വിട്ടു കേരള പോലീസിന്റെ കോട്ടയിലേക്ക്. റോഡ് മുഴുവൻ ചെളിയായി കിടക്കുന്നു സാറേ. എന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ പഞ്ചായത്തിൽ പറയാൻ. റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് സാറേ അവർ തടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വളവും തിരിവും നിറഞ്ഞ സ്ഥലത്ത് റോഡിനടുവിൽ വട്ടം ലോറികൾ കിടക്കുകയാണ്. അങ്ങനെ അത്രയും അപകടകരമായ രീതിയിലാണ് ഇവർ തടി കയറ്റുന്നത്. നിലവിൽ എവിടെ ഏതെങ്കിലും വണ്ടി ബ്ലോക്കായി കിടപ്പുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ ഒരു ബ്ലോക്ക് ഉള്ളപ്പോൾ നീ അറിയിക്കും, അപ്പോൾ നോക്കാം. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ. മെയ് 22-ന് ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് നേരെ വിട്ടു സിംഹത്തിന്റെ മടയിലേക്ക്. ലോറി തടി കയറ്റുന്നതിന്റെ എതിർ സൈഡിൽ റോഡിന് വെളിയിലായി ഞാൻ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തു. ബ്ലോക്ക് ഉണ്ടായാൽ ഏമാന്മാർ വരുമോ എന്ന് അറിയണമല്ലോ. ശേഷം സ്ക്രീൻ എന്റെ വണ്ടി റോഡിലല്ല ഏട്ടാ കിടക്കുന്നത്. അത് എന്റെ വണ്ടി റോഡിലല്ല കിടക്കുന്നത്. ഈ ലോറിക്കാരോട് പറ മാറ്റിയിടാ. അത് ലോറിന് ടാറിങ്ങിന്റെ വെളിയിലാണ് വണ്ടി കിടക്കുന്നത്. അതാ പറഞ്ഞു, ഇത് ലോറിക്കാരോട് മാറ്റാൻ പറയാതെ തന്നെ എന്നോടൊന്നിനും മാറ്റാൻ പറയുന്നു. ഇതെന്റെ വണ്ടിയാ. അല്ല, എന്റെ വണ്ടി റോഡിന് വെളിയിലാണ് കിടക്കുന്നത്.
അല്ല അപ്പൊ ഈ വണ്ടി റോഡിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് കുഴപ്പമില്ലേ? ആ ലോഡ് കയറ്റം അത് റോഡിലിട്ടല്ലല്ലോ കയറ്റുന്നത്. ഇവർക്ക് വീതി കൂട്ടിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് കയറ്റല്ലോ. ഇത് ബസ് റൂട്ട് അല്ലെന്നോ? ഇത് ബസ് റൂട്ട് അല്ലേ? ബസ് വരുമ്പോ അവർ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത റോഡാണ്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ എഗ്രിമെന്റ് ഉണ്ട്. എങ്ങനെ എഗ്രിമെന്റ് ഉണ്ട്? എന്ത് എഗ്രിമെന്റ്? ഞാൻ കൊടുത്ത എന്ത് മോശം? ഞാൻ 6-ാം തീയതി അവിടെ എഴുതി തന്ന കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഈ വണ്ടി ബാക്കി ആശുപത്രി കേസ് എല്ലാം പോകുന്നുണ്ട്. ആശുപത്രി കേസ് പോകുന്നുള്ളത് തന്നെ പറഞ്ഞു. അല്ല അവരോട് സംസാരിക്കണ്ട. നിങ്ങൾക്ക് എന്നാ ആവശ്യം? എന്താവശ്യം? എന്താവശ്യം? ഇത്രയും റോഡ് ഇത്രയും ചെളിയാക്കി കിടക്കുന്നു. കാനടഞ്ഞ് വെള്ളമില്ല കൂടെ ഒഴുകുന്നു. നിങ്ങളോട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും നടപടി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരെയാണ് പരിപാടിയാ? നിങ്ങൾ ഈ ആവശ്യമില്ല. അല്ല ഓരോ അപകടം ഉണ്ടാവില്ല. അവിടെ കമ്പൊടിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ അവിടെ കമ്പൊടിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടോ? അല്ല നിങ്ങൾ വന്ന വഴിക്ക് അവിടെ കമ്പൊടിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടോ? പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ അയ്യോ അതെ ഇങ്ങനെ അതെ പൈസ മേടിക്കുന്ന ആരാ നമുക്കറിയാം. ആയിക്കോട്ടെ വളരെ കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു പണിയാണ്. ഈ പുള്ളിക്കെതിരെ പരാതി പറഞ്ഞു. പരാതി കൊടുക്കാം. അങ്ങനെ നിയമം കൈയെടുക്കാൻ ഒക്കത്തില്ല. വേറെ പുള്ളിക്ക് വേറെ എന്നാണ്ട് ഈ തൊഴിലാളികൾ ഇത്രയും മോളിന്ന് ഉരുട്ടിക്കൊണ്ടിരണം. ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് ഇത്ര കഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതെ അതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താ അവസ്ഥ വിഷമിച്ചിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ വഴിയിട്ട് ഞങ്ങളുടെ ആവശ്യമല്ല. എന്റെ ആവശ്യം അവിടെ കമ്പൊടിഞ്ഞ് തൂങ്ങി റോഡിലോട്ട് കിടക്കുന്നുണ്ടോ? അത് കണ്ടോ? അത് തലയിലോട്ട് വീണ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? ആകാശത്തൊന്ന് പ്രേമ അല്ല ഒടിഞ്ഞു കിടക്കുന്ന കമ്പ് ചെരിഞ്ഞു നിൽക്കുന്ന കമ്പ് അല്ല പറഞ്ഞേ. അല്ലെന്നേ ആയിക്കോട്ടെ. ആ തൊഴിലാളികളോട് പറഞ്ഞാൽ ഒരു മാറ്റത്തിന് യഥാർത്ഥ പ്രശ്നം എന്നാണെന്ന് പറയാം. ഈ മനുഷ്യന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമല്ല. എനിക്കൊരു പ്രശ്നമില്ലെന്നേ. നിങ്ങൾക്ക് എന്നാ വേണ്ടേ? എനിക്ക് ഷൂട്ട് ചെയ്യാൻ അവകാശമില്ലേ? ഇത് പബ്ലിക് റോഡാ. അല്ല ഇതുപോലെ വേർത്തൊരിക്കണം. നിന്റെ സോക്കേട് നിനക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ. ഇതുപോലെ കഷ്ടപ്പെട്ട് നിന്ന് ഇത്രയും നേരം എനിക്ക് പണിയായിട്ട് എന്നെ പേരെടുത്തോടാ. ഇത്രയും പേര് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന അവര് ചോറ് പോലും ഇറക്കുമ്പോ ഞാൻ മോശം പരിപാടിയാണ് കാണിക്കുക. അവർക്ക് വീട്ടിൽ പോകണ്ടല്ലേ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡ് അടിക്കുന്ന മാത്രമല്ല ഇവര് കഷ്ടപ്പെട്ട് നിൽക്കുന്ന. ഇങ്ങനെയുണ്ടോ സാമൂഹ്യ പ്രവർത്തകന്മാര്? ഞങ്ങൾ അവർക്ക് ഞാൻ ഒരു സത്യാവസ്ഥ പറയാം. നിങ്ങൾക്ക് നിങ്ങൾ തൊഴിലാളികൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇവർക്ക് 5 മണിയാണ് വീട്ടിൽ നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങൾ രാവിലെ 8 മണിക്ക് വരുന്ന ആൾക്കാരാ. ഒരു വീഡിയോ എടുത്ത് കാണിച്ചു ആരാണെങ്കിലും കാണിക്കുന്ന മോശം. അവരെ നോക്കണ്ട. ഈ തൊഴിലാളികളെ യഥാർത്ഥ പ്രശ്നം എന്നാന്ന് പറഞ്ഞു ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ഞാൻ എന്തിനാണ് തന്നോട് കാണിക്കുന്നത്? താനാരും എന്നോട് ഉണ്ടാക്കാൻ ഫോട്ടോ എടുക്കാൻ നാണമില്ലടാ. ഇല്ലടാ ഞാൻ നിക്കലല്ലോ നിക്കുന്നത്. താനാരോട് എന്നോട് ഉണ്ടാക്കാൻ കാക്കിയോണ്ട് എന്നോട് എന്നെ ഉണ്ടാക്കല്ലോ കേട്ടോ. താനാരാ നീ എങ്ങനെ നിയമം പാലിക്കുന്നത്? പിന്നെ നിന്നെക്കാളും വലിയ എന്നെ കണ്ടിട്ടുണ്ട്. പോടാന്ന് നീയൊന്നും നടത്തുവരാ. നീയൊന്നും നടത്തി കാണിരുന്ന സമ്മതിക്കത്തില്ല. അങ്ങനെ റോഡ് തടയാൻ ആർക്കും അവകാശമില്ല. എന്താ എന്നാ റോഡ് എവിടെ നോക്കുന്നത്? അല്ല നാട്ടുകാർ പരാതി പറഞ്ഞ നീ എവിടെ നിന്നോ നീ ഫോട്ടോ എടുത്തോ, ഒരു കുഴപ്പമില്ല. നീ പരാതി പറയാതെ നീ പാവങ്ങൾ ആശുപത്രി കിടപ്പുണ്ട്, അവരെ പോയി സഹായിക്കും. സാമൂഹിക നിങ്ങൾ
ആരെയും തടയുന്നില്ല. ഇതേതാ ഈ മനുഷ്യൻ? നിങ്ങളെ ചോറാണ് നിങ്ങൾ മനസ്സിലാക്കോ, ഈ തടി കയറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ റോഡിന് ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തടി കയറ്റേണ്ട പറയുമ്പോ ഈ ആളുണ്ട് ഈ മൊബൈൽ എടുക്കുന്ന ഈ ആൾ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യുക, വണ്ടി ഈ മനുഷ്യന് സാമൂഹിക പ്രതിബദ്ധത വല്ലതും ഉള്ളതാണോ? അങ്ങനെ പറ്റുമോ? റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? സഹിച്ചാൽ നാട്ടുകാർ എന്ന് പറയാം, ഞങ്ങൾ അതിനകത്ത് ചെയ്യാം. ഈ മനുഷ്യൻ വീഡിയോ ആയിട്ട് വരുമോ? എനിക്ക് സജിക്ക് എന്തെങ്കിലും തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് കുറെ ആയിക്കോട്ടെ. ഇങ്ങനെ റോഡ് സൈഡിലിട്ടല്ല എവിടെ ഇട്ടാ കയറ്റുക? ഇത് റോഡിൽ വീതി കൂട്ടിയിട്ട് ഈ റോഡ് ഇവിടെ വീതി കൂട്ടിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് കയറ്റണം. വീതി കൂട്ടിയിട്ട് അങ്ങോട്ട് ഇത് റോഡ് ബ്ലോക്ക് ചെയ്താണ് വണ്ടി കിടക്കുന്നത്. വീതി കൂട്ടിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് ചെയ്യണം, അല്ലാതെ റോഡിലിട്ടല്ല ചെയ്യേണ്ടത്. ഇത് റോഡാണ്. ഓ, നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടണോ? ആഹാ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാൻ എന്നെ എന്തിനാ പിടിച്ച് തള്ളുന്നേ? എനിക്ക് സ്ത്രീധനം 6 തല്ലുള്ളൂ. 6 തല്ല്. എന്റെ സുഹൃത്തെ, ആദ്യം വീഡിയോ ഓഫ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാനല്ല താല്പര്യം. അല്ല, എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനാണ് താല്പര്യം. ഇവരെ പൈസ ഇവരൊക്കെ എന്നാ കാണിക്കുന്നത്? കാണിക്കുന്നത് അതേപോലെ കഷ്ടപ്പെട്ട് നീ ഒരു കഷ്ണം എടുത്ത് നിനക്ക് വെക്കാനുള്ള ധൈര്യം ഉണ്ടോടാ? ഒരു കഷ്ണം എടുത്ത് നിനക്ക് ആ വണ്ടിയെ കയറ്റാൻ എനിക്ക് എന്റെ കാര്യമില്ല. പറ്റിച്ച് ജീവിക്കാൻ അതേ ഉള്ളൂ. വീഡിയോ എടുത്ത് തന്നെ പോലെ ഞാൻ ആരും പറ്റി ജീവിക്കുന്നില്ല. ഞാൻ എന്നെ പോലെ പറ്റിക്കാം. നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. നീ സംസാരിക്കണ്ട. എന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. പോയി അങ്ങ് പോയി വീട്ടിൽ പിന്നെ നിനക്ക് എന്നെ നീന്ന് വിളിക്കാം, ഞാൻ നിന്നെ നീന്ന് വിളിക്കും. എന്തേ എങ്ങോട്ട് പറിക്കാൻ? ഞാൻ പബ്ലിക് റോഡിലേക്ക് എങ്ങോട്ട് മാറിക്കാൻ? ഞാൻ റോഡിലാണ് നിൽക്കുന്നത്. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ റോഡാ, ഇത് നിങ്ങളുടെ സ്റ്റേറ്റല്ല. ഞങ്ങൾ വിട്ടെന്നാണ്. ഓ, പിന്നെ അഗ്രിമെന്റ് എടുത്തോണ്ടോ? പിന്നെ എന്ത് നീ എന്തായാലും കാണില്ല. ഞാനൊരിടത്തും പോകുന്നില്ല. ആയിക്കോട്ടെ. നീ എവിടെ നിന്ന് ഇറങ്ങി വന്നാ? നീ ആശുപത്രി പോയാ പാവം എടുത്ത് നാട്. ഇവൻ ഏതാ ഇത്? ഇവൻ ഈ പറഞ്ഞ മനസ്സിലാക്കാതെ വഴി വണ്ടി തടയുവാണോ? രോഗികൾ പിള്ളേർ വരുന്ന വണ്ടി തടഞ്ഞിട്ടുവാണോ? നിനക്ക് സാമാന്യ ബോധമില്ലേ? നീ പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസമില്ലേ? ഇതിന്റെ ഊടെ തിരിയായിട്ട് നടക്കുന്നു. ഇവിടെ പോയാലൊക്കെ നിങ്ങളും കൂടെ ചീത്തപ്പേര ഉള്ള കാര്യം പറയും. എവിടെ കൊത്തിയും വരുന്നു വരുന്നത് ഇവരൊക്കെ? ഇനിയും റോഡ് ബൈക്ക് വെച്ച് ക്ലോസ് വിധി വേണമെങ്കിൽ ആ ബൈക്കിന് തൊഴിലാളികൾ ഇപ്പം പൂർച്ചയായിട്ടും മെയിൻ റോഡിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് അത് കാണാൻ പാടില്ല. ഇതാ കാണുന്നത്. ഇത് വണ്ടി പോകുന്ന റോഡാണ്, പിന്നെ കുഴപ്പമില്ല. അയാൾ എന്താ എടുത്തോ? നമ്മൾ നിങ്ങൾ പണിതോ, നിങ്ങൾ കാണുതോ? സങ്കടം. അല്ല, ഇവൻ വേറെ ഈ സൈച്ചേട്ടൻ വന്ന് പറയണ അതിനകത്തൊരു മാന്യതയുണ്ട്. ഇവൻ എന്നാ നിങ്ങളെ ഇവെല്ലാം നാട്ടിൽ തടസ്സമുണ്ടോ? റോഡ് NH റോഡ് തടി കെട്ടുന്നു. ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ വഴി തടഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആണോ? വഴി തടഞ്ഞാണോ? നമ്മൾ ഒരു വരുന്ന വഴി തടഞ്ഞാണോ ഇത്ര തൊഴിലാളികൾ നിൽക്കുന്നത്? നമ്മൾ ഒരു സാമാന്യ മര്യാദയ്ക്ക് എല്ലാം പറയാൻ ചെയ്തു തരുന്നത്. ഇവരായില്ലേ കടിയിട്ട്? അല്ലെങ്കിൽ മുതലാളിമാരുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിക്കും. അവരോട് പറഞ്ഞ ഒരു മാറ്റി അവിടെ വണ്ടി റോഡ് ആക്സിഡന്റ് നടക്കുക. ഞങ്ങൾ അവിടെ പോകുന്ന ഇയാൾ പിടിച്ചിട്ട് വണ്ടി ചെയ്യാൻ വരുമോ? ഞങ്ങളൊരു ഇയാൾക്ക് എന്നെ സാമൂഹിക പ്രതിനിധിയാണ്. വണ്ടി ഇടിച്ച് കിടക്കുക റോഡ് 2-3 ആംബുലൻസ് പോവാ. നിനക്ക് ഇത് മതിടാ. ഞങ്ങൾ മുറിഞ്ഞോടെ വന്നതല്ല. ഞങ്ങൾ പണി അറിയണ്ടല്ല. ഇതിപ്പോ പണിയൊക്കെ അറിയാം എന്താണോ? സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. എന്നെ എന്നോട് പ്രശ്നം പരിഹരിക്കാം. ഇത് നിങ്ങൾ ഈ റോഡ് തടയോ അതെങ്ങനെ ചെയ്തിട്ട് കാര്യം
ഇപ്പൊ അങ്ങനെ മാനുവായിട്ട് സംസാരിക്കാൻ പഠിച്ചു. നിങ്ങൾ മാനിയോട് സംസാരിച്ചിട്ട് കാര്യം എന്നാ സംസാരിക്കണ്ടോ? അപ്പം ഓടേ ഓടാ. ആ ആയിക്കോട്ടെ, എനിക്കൊരു ഉദ്ദേശമില്ലെന്ന്. ഞാൻ ഒരു കാര്യം പറയാം. ഇവരുടെ വെള്ളം ആ പാവങ്ങൾ വേർപ്പ് ഇവൻ അതിനകത്തുനിന്ന് അംശം എടുക്കാതെ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെ പരിഹരിക്കാനാണ് ഈ മനുഷ്യടുത്താണ് ഈ മനുഷ്യർ ഈ റോഡ് ഇത് പൊതു റോഡാണ്, വണ്ടിക്ക് പോകാൻ ഒരു തടസ്സമില്ല. ഇനി ഇവിടെ നിങ്ങൾ ബൈക്ക് വെച്ച് വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കി വെക്കരുത് കേട്ടല്ലോ. നടപടി എടുക്കും. ശരി, എടുത്തു. ഇപ്പം തന്നെ അവിടെ എടുത്തു. ഇപ്പം ബൈക്ക് എടുത്തോണ്ടോ? എന്താ അവകാശമുള്ള? അല്ല, നിങ്ങൾ നടപടി എടുത്തോ? നടപടി എടുത്തു. നടപടി എടുത്തു. ഞങ്ങളിപ്പോ പോകും ഇവരുടെ നീ വീട്ടിൽ പോകും, സമാധാനമായിട്ട് വീട്ടിൽ പോകും. ഞങ്ങൾ ഈ ബോധമുള്ളത് ഇവരോട് സംസാരിച്ചോ. നീ പോകും വഴി ശരിയാക്കി അത്യാവശ്യം ഇവര് പറഞ്ഞാല് അത് നമ്മൾ ചെയ്തു മുകളിലുള്ള പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, സാർ അതൊന്ന് ശരിയാക്കി തരണം. ഞങ്ങൾ അതിന്റെ കൂടെ നിന്നവരാണ്. പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിലൂടെ വെള്ളം കെട്ടി നിന്നാ ഞങ്ങൾ ഇറ്റാച്ച് ഞങ്ങൾ സ്വന്തം ചെലവ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയുള്ള മനുഷ്യരോട് നമ്മൾ എന്നാ തർക്കിക്കാൻ പോകുന്നത്? ഇത് JCB കൊണ്ട് ഈ ഇതുകൊണ്ട് പഠിച്ചു കളഞ്ഞാൽ ഇവിടെ ഈ റോഡാണ് ഒരു പ്രശ്നമില്ല. വണ്ടി പോകുന്ന സ്ഥലമല്ല. അല്ലാതെ തന്നെ ഇത്ര സ്ഥലമുണ്ടോ? എന്ത് ഫ്രീ ആയിട്ട് വണ്ടി പോകുന്നു? എന്താ കുഴപ്പം? നിങ്ങൾക്ക് അഹങ്കാരമല്ലേ വണ്ടികൾ നോക്കിയെന്ന് പറഞ്ഞത്? ആ വണ്ടി പോലെ ആംബുലൻസ് വണ്ടി പോകാൻ പറ്റി വരാൻ ഞങ്ങൾ പ്രതികരിക്കില്ലേ? ഇവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ചെളിയാണ്. ആ ചെളി നമ്മൾ മാറ്റി കൊടുക്കാം. ഇതിൽ കൂടുതൽ നമ്മൾ എന്നാ നിങ്ങൾക്കറിയത്തില്ല ഇതിനെ പറഞ്ഞ അങ്ങോട്ട് ഓടിക്കണം. എല്ലാ മണിക്കൂറുണ്ട്. ഞാനിത് അറിയില്ല എന്താന്നല്ലേ. അല്ല നമ്മളെ എന്തെങ്കിലും നമ്മളെ തൊഴിലാളികൾ വണ്ടികൾക്ക് തടസ്സമില്ലാത്ത ലോറി കൊടുത്തുകൂടെ? അതിന് കുഴപ്പമില്ല. റോഡിന് ഡാമേജ് ആണ് നിങ്ങൾ ഇടിച്ചു കൊടുത്തു. നമ്മളെ ബൗണ്ടറി ഇടിച്ചു കൊടുത്തിട്ടാണ് വണ്ടി അവിടെ നിൽക്കുന്നത്. ചള്ളയൊക്കെ അവർ മാറ്റി അവർ ചെയ്യും. അവർക്ക് ചെയ്യുമല്ലോ. അവർ ചെയ്യുമല്ലോ. അത് JCB അവർ ചെയ്യും. മുകളിലെ റോഡിൽ നിന്ന് അങ്ങനെ ചെയ്തു വരികയാണ്. മഴയാവുമ്പോൾ ചള്ള ഇതിന്റെ മുകളിലേക്ക് ഒലിക്കും. അത് സ്വാഭാവിക. നിങ്ങളെല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കുന്ന റോഡ് പണി നടക്കണം. പിന്നെ
ഇവിടെ പോയി നിങ്ങൾ നോക്കിയേക്കണം, ബാക്കി നിങ്ങൾ നോക്കിയേക്കണം. ഇവരൊക്കെ ആദ്യമായിട്ട് വന്നാ ധരിക്കണോ സഹിക്കണോ ഒക്കെ അവർക്ക് കാര്യം അറിയാം. അവർക്ക് കാര്യം ചുമ്മാ നിസാര കാര്യത്തില്ല. എല്ലാ സ്റ്റേറ്റിലും ഇത് മരം പിടിച്ചു പോകുന്നു. ഇത്രയും രീതിയില്ല ബൈക്ക് പോകുന്നത്. എന്താണ് നിങ്ങൾ വിളിച്ചത്? തടസ്സപ്പെടുത്താനുള്ള അവകാശം. എന്ത് പറയാനാന്നേ, സിസ്റ്റം ശരിയല്ല. പിന്നെ ഒരമണിക്കൂർ നിങ്ങളെ വെറുപ്പിച്ചതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കും. ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തത് ഇത് 10 മിനിറ്റിൻ്റെ ഒരു 3 വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് 3 പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പിന്നെ ഓർത്തു ഇത് ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊക്കെ തെറിയും വിളിച്ച് നാട്ടുകാർക്ക് കമൻറ്റ് വിട്ട് ചിലപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ബാല്യവും കൗമാര്യവും ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് പിന്നെ ഒന്നിച്ചങ്ങ് വെറുപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ടു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു യൂട്യൂബറും വ്ളോഗറൊന്നും അല്ല. നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഇങ്ങനെ കുളമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ആ സങ്കടത്തിൻ്റെ പുറത്ത് ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി പറഞ്ഞു, പിന്നെ പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അനുഭവം. അതുകൊണ്ട് ഇത് 10 പേര് കാണട്ടെ, 4 പേര് അറിയട്ടെ എന്നത് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജോമോ സാറ് പറഞ്ഞ പോലെ ഞാനിത് യൂട്യൂബിലൊക്കെ ഇട്ട് നിങ്ങളൊക്കെ സഹായിച്ച് ഞാനൊരു കോടീശ്വരനാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഷെയർ ഞാൻ നമ്മുടെ ജോമോ സാറിന് കൊടുക്കും. ഒന്നുമല്ലല്ലോ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഇത്രയ്ക്കും കട്ടയ്ക്ക് അഭിനയിച്ച് നമ്മുടെ വീഡിയോ നമ്മൾ പവറാക്കിയ മനുഷ്യനല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കുതിരപ്പവും പുള്ളിക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ട് അത് മസ്റ്റാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ജോമോ സാറിന് ഒരു കുതിരപ്പവൻ നമ്മൾ കൊടുക്കും. അങ്ങനെ അപ്പം പിന്നെ ഞാൻ ഇനി അധികം വെറുപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റൊക്കെ നോക്കിയിട്ട് നിങ്ങളിനി എന്നെ തെറി വിളിക്കില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ കുറച്ചെങ്കിലൊക്കെ അനുയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞൊരു കഥയുണ്ടല്ലോ, നമ്മുടെ പോലീസ് അമ്മ പറഞ്ഞിട്ട് പഞ്ചായത്തിലും പോയായിരുന്നു. ആ കഥ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.